പ്രളയകാലത്ത് നാട് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അതിന്റെ മറ പിടിച്ച് സതീശൻ വിദേശത്ത് പോയി ഫണ്ട് പിരിച്ച് അതിന്റെ പേരിൽ തറക്കല്ലിട്ട ആ കല്ലിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ? കല്ലിടാൻ വിദഗ്ധനാണ്. ആ കല്ലിടൽ വിദഗ്ധൻ 12 കുടുംബങ്ങൾക്ക്, ശ്രദ്ധിക്കുക, 6 വർഷം മുന്നേ UK-യിൽ, ലണ്ടനിൽ എല്ലായിടത്തും പോയി പിരിവെടുത്ത് കോടികൾ ഒപ്പിച്ച് വന്നതിന് ശേഷം 6 വർഷം മുന്നേ കല്ലിട്ട പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് ഒടുവിൽ മാധ്യമങ്ങൾ തേടിപ്പോയിട്ടുണ്ട്. നോക്കി. പറവൂർ മണ്ഡലത്തിൽ പുത്തൻവേലിക്കരയിൽ ഉൾപ്പെടെ പുനർജനി എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഈ പദ്ധതി പ്രകാരമുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന് പറവൂർ മണ്ഡലത്തിലെ പുത്തൻവേലിക്കരയിൽ 6 വർഷം മുൻപിട്ട തറക്കല്ല് എന്താണ് അതിന്റെ അവസ്ഥ? അത് ഇന്നും അതേപോലെ തുടരുകയാണ്. ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റിയാണ് 12 പേർക്ക് പുനർജനി പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ തറക്കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ആരെന്ന് പോലും ഇപ്പോഴും വ്യക്തതയില്ല. ഷബാസ് അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പറവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പുത്തൻവേലിക്കര, എളന്തിക്കര എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്ത് പാടത്തിനോട്, വലിയൊരു പാടശേഖരത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു തറക്കല്ല് തിരയുകയായിരുന്നു. VD സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പുനർജനി പദ്ധതി പ്രകാരം ഏകദേശം 6 വർഷം മുൻപിട്ട ഒരു തറക്കല്ലാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടും സ്ഥലവും ഇല്ലാത്ത 12 പേർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 6 വർഷം മുൻപ് ഇട്ട തറക്കല്ലാണ്. ഒടുവിൽ നമ്മൾ ആ തറക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴും ആ തറക്കല്ലിന്റെ അവസ്ഥ. ശാരദാ വിദ്യാമന്ദിർ സ്പോൺസർ ചെയ്ത സ്ഥലത്ത് ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന സംഘടന 12 പേർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. VD സതീശൻ തന്നെയാണ് 6 വർഷം മുൻപ് ഇതിന്റെ തറക്കല്ലിടൽ നടത്തിയത്. നിലവിൽ 6 വർഷത്തിന് ശേഷവും ഈ തറക്കല്ലിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പിലായിട്ടില്ല. അതിന്റെ ഗുണഭോക്താക്കൾ ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. 2018 ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷത അനുഭവപ്പെട്ട ഒരു പ്രദേശമാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഉൾപ്പെടുന്ന ഈ പറവൂർ അസംബ്ലി മണ്ഡലം. അതിലെ പ്രത്യേകിച്ച് പുത്തമ്പള്ളിക്കര പഞ്ചായത്തും ഈ വ്യാപകമായി എല്ലാ പ്രദേശവും മുങ്ങിപ്പോയിരുന്നു. അപ്പൊ അതിനുശേഷം അദ്ദേഹം ഇവിടുത്തെ 12 പാവപ്പെട്ട സാധാരണക്കാർക്ക് വീട് വെച്ച് നിർമ്മിച്ചു കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ പ്രദേശമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വലിയ പരിപാടിയായിട്ടാണ് അദ്ദേഹം അന്ന് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിനുശേഷം യാതൊരുവിധ തുടർ പ്രവർത്തനങ്ങളും നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടില്ല. ചെയ്യാന്ന് പറയുന്നതല്ലാതെ ഇന്നേ വരെ യാതൊരു പ്രവർത്തനങ്ങളും അതിനുശേഷം നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ഈ കല്ലിങ്ങനെ കിടക്കുകയാണ്. പദ്ധതിക്ക് തറക്കല്ലിട്ടതിന് ശേഷം ഇതുവരെ അതൊരു ഫോളോ അപ്പോ അത് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുപോലെ അടുത്ത പ്രദേശങ്ങളിൽ ഈ പുനർജനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനർജനി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു പല വീടുകളും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറ്റ് പല സംഘടനകളും, ഇപ്പോൾ ചില ക്രിസ്ത്യൻ സഭകൾ, അതുപോലെ ചില സഭകളെല്ലാം നിർമ്മിച്ചു നൽകിയ വീടുകൾ പുനർജനി ആണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഒരു പ്രചരണം നടക്കുന്നത്. കണ്ടോ, നിങ്ങളുടെ നിയുക്ത മുഖ്യമന്ത്രി 6 വർഷം മുന്നേ ഇട്ട കല്ലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏത് പദ്ധതി വന്നാലും കല്ലിട്ടത് ഞങ്ങളുടെ ചാണ്ടിച്ചനാണ്, കല്ലിട്ടത് ചാണ്ടിച്ചനാണ്. ഈ കല്ലിടൽ മാത്രമേ കേരളത്തിൽ നടക്കൂ. ബാക്കിയുള്ളത് മുഴുവൻ കീശ വീർപ്പിച്ചു കൊണ്ട് പോകാനുള്ളതാണ്. കല്ലിട്ട് ജനങ്ങളെ പറ്റിക്കുക, ആളെ കൂട്ടുക, മോഹന വാഗ്ദാനം കൊടുക്കുക, പിന്നെ അതുവഴി പോകാതിരിക്കുക. കിട്ടിയ ഫണ്ടിന്റെ വിഹിതം കുറെ മാധ്യമങ്ങൾക്ക് കൂടി കൊടുക്കുമ്പോൾ അവരും പിന്നെ ആ വഴിക്ക് പോകില്ല. ആ പറഞ്ഞു പറ്റിക്കപ്പെട്ട മനുഷ്യരോട് പോയി പിന്നീട് നിങ്ങൾക്ക് വീട് കിട്ടിയോ എന്ന് ചോദിക്കില്ല. സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്താണ് സതീശൻ ഈ തെമ്മാടിത്തരം കാട്ടിയിരിക്കുന്നത്. പ്രളയമുണ്ടായ സന്ദർഭത്തിൽ അതിനെപ്പോലും വിറ്റ് കാശെടുത്ത കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ നപുംസകമാണ് കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. മണി ചെയിനിൽ തുടങ്ങി സാധാരണക്കാരുടെ ദുരിതങ്ങളെ വരെ വിറ്റ് കാശടിച്ച ആ വ്യക്തി നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 6 വർഷമായിട്ടും ഫണ്ട് പിരിച്ച് ഈ തെമ്മാടിത്തം കാട്ടിയെങ്കിൽ അതിൽ അന്വേഷണം വേണ്ടേ? വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ച കാര്യത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരിന് അന്വേഷിക്കാൻ കഴിയില്ല. ആരന്വേഷിക്കണം? ആ ഫണ്ട് പിരിച്ചു കൊണ്ടുവന്ന് സതീശൻ എന്ത് ചെയ്തു? ആ ഫണ്ട് എവിടെ? അതിന്റെ കണക്കെവിടെ? വച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ 12 പേർക്കുള്ള ഫ്ളാറ്റ് എവിടെ? ഫ്രീ ആയിട്ട് കിട്ടിയ വസ്തു അവിടെ കിടന്ന് പുല്ലുകുരുത്ത് കല്ലും മറഞ്ഞ് കിടക്കുമ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരൻ സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പണം പിരിച്ച വിഷയത്തിൽ അയാൾ സ്വയം മാന്യം ചമയുന്നുണ്ടെങ്കിൽ എത്രമാത്രം കാപട്യമാണ് അയാളെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ രീതിയിലുള്ള തെമ്മാടിത്തം കാണിച്ചതിന് ശേഷമാണ് ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ അടിമുടി കാപട്യമായ, അടിമുടി കപടനായ, ഏത് കൃത്രിമത്വവും ഏത് കൊള്ളത്തരവും കാട്ടിയതിനു ശേഷം വിദഗ്ധമായിട്ട് വന്ന് 4 പഞ്ച് ഡയലോഗ് അടിച്ചാൽ
ഇവിടത്തെ ഊള മലയാളീസ് അല്ലെങ്കിൽ ഈ നാട്ടിലെ വിവരം കെട്ടവരെല്ലാം അതങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളുമെന്നുള്ള ആത്മവിശ്വാസം നോക്കി. ഞാൻ FCRI വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേ. ഇതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ക്രിമിനലുകൾ അയാളൊന്നും അധികാര കേന്ദ്രങ്ങളിൽ വരാൻ പാടില്ല. അവരുടെ ഉദ്ദേശത്തിൽ ഈ നാട്ടിൽ ഒരു സാധാരണക്കാരനെയും സഹായിക്കണമെന്നേ ഇല്ല. നിങ്ങൾക്ക് രണ്ടാമത്തെ ഉദാഹരണമാണ്. 2018 പ്രളയത്തിൽ ഇതുവരെ വീട് കൊടുത്തില്ല. 2024 വയനാട് ഉരുൾപൊട്ടലിൽ ആ മനുഷ്യരെയും വഞ്ചിച്ചു. വഞ്ചിച്ചവരെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാളുകളിൽ പറഞ്ഞ വാക്ക് ഇതുപോലെ ഒരു മനസാക്ഷിയുമില്ലാതെ പറ്റിച്ചവർ ഇനി അധികാരത്തിൽ വന്നാൽ നിങ്ങളെ സഹായിക്കുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിലും ഈ കൊടിയ പറ്റിക്കലിനെ കണ്ടിട്ടും നിങ്ങളോട് ചോദിക്കാനുള്ളൂ.